ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ടൊരു പായസം ഉണ്ടാക്കാം. സാബുനരി വെച്ചിട്ടാണ് നമ്മൾ പായസം ഉണ്ടാക്കിയെടുക്കുന്നത്. അതിനായിട്ട് നമുക്ക് ആദ്യം സാബുനരി അഥവാ ചവ്വരി വേവിച്ചെടുക്കണം. അതിനായിട്ട് 1/2 കപ്പ് സാബുനരി നല്ലോണം കഴുകിയതിന് ശേഷം 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ സാബുനരി ചെറുതായിട്ട് വെന്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. മധുരത്തിനനുസരിച്ച് പഞ്ചസാരയുടെ അളവ് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം. ഇനി നമുക്ക് പാൽ ഒഴിച്ചെടുക്കാം. നമ്മൾ വെള്ളം ചേർത്ത് കൊടുത്ത അതേ അളവിൽ തന്നെ 2 കപ്പ് പാലാണ് ഒഴിച്ചെടുക്കുന്നത്. ചൂടുള്ള പാലാണ് ഒഴിച്ചെടുത്തിട്ടുള്ളത്. ഇനി നല്ലപോലെ തിളച്ച് വരട്ടെ. ചെറിയൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി 2 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡും കൂടി ഒഴിച്ചെടുക്കുന്നുണ്ട്. ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ഒഴിച്ചെടുത്താൽ മതി. മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ പായസം നല്ല കട്ടിയിലായിട്ട് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ഈ ചൂടാറി കഴിയുമ്പോൾ ഒന്നും കൂടി കട്ടിയായിട്ട് വരും. ഇതിലേക്ക് നെയ്യിൽ കുറച്ച് അണ്ടിയും മുന്തിരിയും കൂടി വറുത്തിട്ട് കൊടുക്കാം. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. നമ്മുടെ അടിപൊളി പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീട്ടിൽ ഗസ്റ്റൊക്കെ വന്നാൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു അടിപൊളി പായസമാണ്. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ടും. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്